നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ജി സുധാകരനെ എങ്ങനെയാണ് CPM കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. പക്ഷേ വലിയ അടിയുണ്ടായിരിക്കുന്നു പിണറായി വിജയനും കൂട്ടർക്കും. പ്രോപ്പ് ടൈം സ്പീക്കറായി സുധാകരൻ വരുമ്പോൾ MLA-മാരും പിണറായി വിജയൻ അടക്കമുള്ളവരും സാക്ഷാൽ പിണറായിയും ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് പ്രോപ്പ് ടൈം സ്പീക്കറിൻ്റെ അടുത്താണ്. എങ്ങനെയായിരിക്കും ഇനിയുള്ള നീക്കം? സാറേന്ന് വിളിക്കുകയും മുമ്പിൽ പോയി അല്ല, സാധാരണ ഈ കുലംകുത്തി, നികൃഷ്ടജീവി, പരനാറി, പിന്നെ ചെറ്റത്തരം എന്നൊക്കെ പറഞ്ഞ് ശീലിച്ച ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണിത്. പക്ഷെ വഴി വേറെ ഇല്ല. അതായത് പ്രോടൈം സ്പീക്കറുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിട്ട് ചുമതല ഏറ്റെടുത്താൽ അവിടെ ചെന്ന് ഡയസിൽ ചെന്ന് പ്രോടൈം സ്പീക്കർക്ക് കൈ കൊടുക്കണം. ഇത് കീഴ്വഴക്കമാണ്, ചട്ടമാണ്. നമ്മുടെ നിയമസഭ കേരളം രൂപീകരിച്ചത് മുതൽ പിന്തുടർന്നു വരുന്ന രീതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയനും കൂട്ടർക്കും, അതായത് LDF-ലെ ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന 35 MLA-മാർക്കും വാസ്തവത്തിൽ ഒരു വലിയ പ്രഹരമാണ്, മുഖമടച്ചുള്ള അടിയാണ് UDF-ഉം കോൺഗ്രസും കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ജി സുധാകരൻ സ്പീക്കറാകില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അങ്ങനെ ഒരു സാധ്യത നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതെ, തീർച്ചയായും. ഇപ്പോൾ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറാക്കുന്നതിലൂടെ വാസ്തവത്തിൽ, അതായത് CPM-നെ ഈ വരുന്ന 5 വർഷവും മുൾമുനയിൽ നിർത്തണ്ട, പകരം ഈ ഒരു ദിവസമെങ്കിലും CPM-ന് കൃത്യമായ ഒരു തിരിച്ചടി കൊടുക്കണം. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന് അദ്ദേഹത്തിന്റെ ആ മുഖംമൂടി ഒന്ന് വലിച്ചു കീറണം എന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസും മുഖ്യമന്ത്രി VD സതീശനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു. അതാണ്. അത് മാത്രമല്ല, ജി സുധാകരൻ കഴിഞ്ഞ ദിവസം ശ്രീല കണ്ടായിരുന്നു, ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞേ? BJP വളരുന്നു, ഇന്ത്യ മുന്നണി. അതായത് BJP വളരുന്നു മുകളിലേക്ക്. BJPക്ക് 3 സീറ്റ് കിട്ടിയത് മാത്രമല്ല, BJP വലിയ രീതിയിൽ വോട്ടൊക്കെ പിടിച്ച് വളരുന്നു. BJPയുടെ വളർച്ച അതുകൊണ്ടുണ്ടാകാൻ പോകുന്നത് കേരളത്തിൽ അധികം വൈകാതെ ഇന്ത്യ മുന്നണി നിലവിൽ വരും. സുധാകരൻ പറഞ്ഞ വാക്കതാണ്. അതായത് നിലവിൽ ഇന്ത്യ മുന്നണി ഇല്ല കേരളത്തിൽ. വാളയാറിനപ്പുറത്തേ ഉള്ളൂ, മഞ്ചേശ്വരത്തിനപ്പുറത്തേ ഉള്ളൂ, ഇവിടെ ആണെങ്കിൽ കളികവളയ്ക്ക് അപ്പുറത്തേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ BJPയുടെ വളർച്ച കേരളത്തിലും ഇന്ത്യ സഖ്യത്തിന്റെ, ഇന്ത്യ മുന്നണിയുടെ സ്ഥാപനത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ CPM-കാർ എന്ത് ചെയ്യും? കോൺഗ്രസിനോട് ഒപ്പം നിൽക്കാതെ കോൺഗ്രസിനെ എതിർക്കുമോ? കോൺഗ്രസിനെ എതിർത്ത് നിന്നാൽ എന്തായിരിക്കും അവരുടെ ഫലം? അവര് ഈ പറഞ്ഞ പോലെ കെട്ടിവെച്ച കാശ്, മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടതാണല്ലോ, LDF-ന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല CPM-ന്, അല്ലെ? അവിടെ ഇന്ത്യ മുന്നണിയായിരുന്നു. അതുപോലെ കേരളത്തിൽ ഒരു സ്ഥലത്ത് കെട്ടിവെച്ച കാശ് ഇവർക്ക് കിട്ടത്തില്ല എന്നാണ് സുധാകരൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ സുധാകരൻ നല്ല തഴക്കവും പഴക്കവും വന്ന രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നന്നായിട്ട് ഈ കമ്മ്യൂണിസം എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ പാർട്ടിയുടെ രീതികൾ അറിയാം, ഒക്കെ അറിയാം, അല്ലേ? അത് മാത്രമല്ല, ഈ പാർട്ടിയുടെ രീതി അറിയാം, പാർട്ടി അറിയാം, രാഷ്ട്രീയം അറിയാം എന്നൊക്കെ പറയുമ്പോഴും ചില അധികാര കേന്ദ്രങ്ങൾ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ BJP-യെ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിമർശനാത്മകമായി പറയുമ്പോൾ നമ്മളെ മോശക്കാരാക്കാനും, നമ്മൾ കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തോ കുശുമ്പും കുന്നായ്മ വെച്ചു, അങ്ങനെ പൊതുവിലുണ്ട്. അതുപോലെ തന്നെയാണ് ജി സുധാകരനെ പറ്റിയത്. അദ്ദേഹം കാലാകാലങ്ങളായി പറയുന്ന കാര്യങ്ങൾ ഈ പാർട്ടിയെ മുമ്പോട്ട് നയിക്കാൻ പര്യാപ്തമായ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയന്റെ ധാർഷ്ട്യവും കൊണ്ടില്ല. അതിന്റെ ആണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെങ്കിൽ, പറയുന്നത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ. അതായത് പാർട്ടിയിലെ പിണറായിസം പ്ലസ് മരുമോനിസം, അതിനെ കൃത്യമായിട്ട് എതിർത്തുകൊണ്ടാണ് ജി സുധാകരൻ രംഗത്ത് വന്നത്. നമ്മളിപ്പോ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിലെ മൊത്തത്തിൽ പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ജീർണതയെ, അഴിമതിയെ എതിർത്തു. ഗോവിന്ദൻ പാർട്ടിയിലുള്ള സ്വജനപക്ഷപാതത്തെ എതിർത്തു. പക്ഷെ ജി സുധാകരൻ വളരെ കൃത്യമായിട്ടാണ് എതിർത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2016-21 കാലത്തെ 1ാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച മന്ത്രിയാണ് ജി സുധാകരൻ.
പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന ഒരു വെള്ളാന വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു ചെറിയ അഴിമതി, ഒരു മൊട്ടസൂചി വാങ്ങിച്ചത് സംബന്ധിച്ച അഴിമതി പോലും അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടില്ല. മാത്രമല്ല ഒരിക്കലും ഒരു കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഫ്രിക്ഷനും പോയിട്ടില്ല. അത് മാത്രമല്ല അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, മുമ്പെങ്ങുമില്ലാത്ത പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന്. സത്യം പറഞ്ഞ ഒരേ ഒരു മന്ത്രിയേ ഉള്ളൂ. സത്യം പറഞ്ഞത് ആ ഒരേ ഒരു മന്ത്രി അദ്ദേഹമാണ്. മാത്രമല്ല അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ഈ റോഡ് നിർമ്മാണത്തിൽ, ദേശീയപാത നിർമ്മാണത്തിൽ, ഇപ്പോ ദേശീയപാത നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് മുഴുവനും മരുമോൻ അങ്ങ് കൊണ്ടുപോകും. ചില സ്ഥലത്ത് റോഡ് ഇടിഞ്ഞു വീണപ്പോഴാണ് മരുമോന് ബോധം വന്നത്. അപ്പൊ പിന്നെ വച്ചിരുന്ന ഫ്ലക്സ് ഒക്കെ എടുത്ത് മാറ്റി ഇവിടെ മാത്രം കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു. എന്തൊരു അപഹാസ്യമാണ്. ജി സുധാകരൻ വളരെ കൃത്യമായിട്ട് ഉള്ള സത്യം പറഞ്ഞു. ഇത് കേന്ദ്രത്തിന്റെ മിടുക്കാണ്, കേന്ദ്രം നൽകിയ പണമാണ് ഇത്, നമ്മളിവിടെ അഴിമതിയില്ലാതെ ചെലവഴിച്ചു, അഴിമതിയില്ലാതെ കാര്യങ്ങൾ ചെയ്തു. അത് പറയാൻ ഒരു തന്റെ ഇടം വേണം. അത് പറയാൻ സത്യത്തിൽ നല്ല തന്തയ്ക്കും ജനിക്കണം എന്നൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. സുധാകരൻ ആ കാര്യത്തിൽ വളരെ കൃത്യമാണ്. സുധാകരൻ പറഞ്ഞത് തന്നെ. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്? BJP വളരുന്നു, ഭാവിയിൽ, സമീപ ഭാവിയിൽ, അതായത് വളരെ വിദൂര ഭാവിയിലല്ല, സമീപ ഭാവിയിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി നിലവിൽ വരും. അന്ന് ഈ മൂക്കിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കാണാത്തവർ, അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഈ മൂക്കാണ് കാണുന്നത്, മൂക്കിനപ്പുറത്ത് രാഷ്ട്രീയമില്ല എന്ന് അത് വളരെ കൃത്യമായിട്ട് പിണറായി വിജയനുള്ള മെസ്സേജാണ്. ജി സുധാകരൻ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം പിണറായി വിജയനെതിരെയാണ്. പിണറായി വിജയനുള്ള മെസ്സേജാണ്, മൂക്കിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കാണാത്തവർ ഈ BJPയുടെ വളർച്ച കാണുന്നില്ല. നോക്കൂ, അത് ഒരു കാര്യമുണ്ട് കേട്ടോ, അത് കേവലം പിണറായി വിജയനെതിരെ മാത്രമല്ല, അത് കോൺഗ്രസിനുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് കേരളത്തിൽ ഒരു എന്താ പറയാ താൻ പോരുമയുള്ള, നിങ്ങൾക്ക് ഒത്ത ഒരു എതിരാളി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് CPM-നെ പോലെയല്ല, അത് BJP ആണ്. ആ BJP-യെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്, നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്, അങ്ങനെയുള്ള ഒരു കൂട്ടം നേതാക്കളാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ചു കൊള്ളുക. കോൺഗ്രസിനുള്ളൊരു മുന്നറിയിപ്പാണ് ഇത്. ഈ പറഞ്ഞതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരുമോനിസം. അതെ, തീർച്ചയായും അതോടുകൂടിയാണ് ഈ പാർട്ടി ശരിക്കും പറഞ്ഞ പ്രശ്നത്തിൽ. ശരിക്കും ഈ രണ്ടാം പിണറായി സർക്കാർ ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് പോയതിന്റെ ഒരു കാരണം ഈ നമ്മുടെ ഇയാള് പിന്നെ PA മുഹമ്മദ് റിയാസ്, ശൈലജയെ വെട്ടിയത് ഞാൻ പറയാം. മുഹമ്മദ് റിയാസ്, AA റഹീം, ഷംസീർ, നോക്കൂ, ഗണപതി മിത്താണ്. ഈ ഗണപതി മിത്താണെങ്കിൽ അള്ളാഹുവും മിത്താണ്. ജി സുധാകരൻ ചോദിച്ചതാണ്, ഇതെല്ലാം മിത്തല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മിത്തല്ലേ? എല്ലാറ്റിനെയും പറയണ്ടേ? ജി സുധാകരൻ മാത്രമല്ല, നമ്മൾ ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന രവീചന്ദ്രനെ പോലെയുള്ളത്, രവീചന്ദ്രൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പാർട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൻ്റെ സഹായം സ്വീകരിക്കുന്നെങ്കിൽ ഇസ്ലാം നിങ്ങളിൽ നിന്ന് അതിൻ്റെ കൂലി വാങ്ങിയിരിക്കും എന്ന് പറഞ്ഞത് കേരളത്തിലൊരു രാഷ്ട്രീയക്കാരനല്ല, ഒരു യുക്തിചിന്തകനാണ്. എത്ര ശരിയായിരിക്കുന്നു അത്, അല്ലേ? അവർക്ക് കിട്ടേണ്ട കൂലിയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുറംകാലിന് തൊഴിച്ചു CPM-നെ പുറമ്പോക്കിലേക്ക് എറിഞ്ഞു, അല്ലേ? അതാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ മരുമോനിസം പാർട്ടിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചടി, ആ തിരിച്ചടിയാണ് സത്യത്തിൽ ജി സുധാകരനിലൂടെ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സുധാകരൻ ചൂണ്ടിക്കാണിച്ച കാര്യം BJPയുടെ വളർച്ചയെ സംബന്ധിച്ച്, ഈ BJPയുടെ വളർച്ച ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആരെയാണ് ശ്രീലേ? കോൺഗ്രസിനെയാണോ, UDF-നെയാണോ, LDF-നെ? ഒരു സംശയമില്ല ആ കാര്യത്തിൽ. LDF ആണ് തകരാൻ പോകുന്നത്. LDF-ന്റെ വോട്ട് ബേസ് ആണ് BJPയിലേക്ക് പോകാൻ പോകുന്നത്. ഈ LDF-ന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ അതും ഈഴവരും OBC വിഭാഗങ്ങൾ, പിന്നെ കുറെ നായന്മാരും, പിന്നെ പട്ടികജാതിക്കാരും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇതാണ്. അത് തീർച്ചയായിട്ടും അത് വരാൻ പോകുന്നത് പൊളിഞ്ഞു. അത് BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ആ ഒഴുക്ക് ആരംഭിച്ചിരിക്കുന്നു. അതായത് ശ്രീലെ 2006 VS സർക്കാരിന് വലിയ ഭൂരിപക്ഷം കിട്ടി, അല്ലേ? ഈ പറഞ്ഞ ഈഴവർ മാത്രം വോട്ട് ചെയ്തിട്ടാണോ? അല്ല, നായന്മാർ വോട്ട് ചെയ്തു, നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവർ വോട്ട് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അന്ന് ഐസ്ക്രീം കേസൊക്കെ ഉണ്ടായി, മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടി കിട്ടി,
കുറേ മുസ്ലിം വോട്ടും ന്യൂനപക്ഷ വോട്ടും കുറെ ഇവർക്ക് കിട്ടാൻ തുടങ്ങി. അതങ്ങനെയാണ്, ആര് ജയിക്കുന്നോ ആ ഭാഗത്തേക്ക് ചായും. നാളെ കോൺഗ്രസ് തോക്കും എന്ന് മനസ്സിലായാൽ ഇതേ ന്യൂനപക്ഷക്കാര് എല്ലാം കൂടെ ഇടതുപക്ഷത്തേക്കോ BJP-യിലേക്കോ ചായും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ, അവർ BJP-യിലേക്ക് ചായും. കാരണം എവിടെ ഭരണമുണ്ടോ അവിടെ ഞങ്ങളുണ്ട്. അതാണ്, കാരണം അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം, അവരത് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ കേന്ദ്രത്തിൽ UP-യിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJP നിർത്തുന്ന ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കുന്നത് വെറുതെയാണോ? അതല്ല, അവർക്ക് അവരെ കാര്യം നോക്കാൻ അറിയാം. അവര് ഈ MLA അല്ലെങ്കിൽ MP ജയിപ്പിച്ച് വിട്ടിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം ആ ആളിലൂടെ നടത്തിയെടുക്കും. അതാണ് അവരുടെ മിടുക്ക്. ആ മിടുക്ക് ഇവിടെ കേരളത്തിൽ NSSനും SNDPക്കും ഒന്നും ഇല്ലാതെ പോയി. അത് നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് LDFന്റെ വോട്ട് ബാങ്ക് തകരും. അത് 2006 ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ചില ഗിമ്മിക്കൊക്കെ കാണിച്ച് ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടി ചില എന്താ പറയുക, ഈ UDFനെ ഒന്ന് വരിഞ്ഞു കെട്ടാൻ ശ്രമിച്ചു. അത് 2026 വരെ ഓടി. പക്ഷെ 26 അത് അതിൻ്റെ ശരിയായ, അതായത് കൃത്യമായിട്ട് പറയാം, പൊളിറ്റിക്കൽ ഇസ്ലാം അതിൻ്റെ തനി സ്വരൂപം പുറത്തെടുത്തു. നിങ്ങളെ ഇനി അവർക്ക് വേണ്ട, നിങ്ങൾ ചവറ്റുകുട്ടയിലാണ്. ഇതാണ് നടന്നിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞത് G. സുധാകരനാണ്. അതുകൊണ്ടാണ് G. സുധാകരൻ 2026 2021 സീറ്റ് കിട്ടിയില്ല, H. സലാമിനെ നിർത്തി G. സുധാകരൻ പ്രവർത്തിച്ചു, H. സലാം ജയിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് കുറ്റം G. സുധാകരന്, വോട്ട് കുറഞ്ഞു, H. സലാമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇനി, കാരണം എന്താന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇനി G. സുധാകരനെ അവിടെ വേണ്ട. G. സുധാകരനെ അവിടെ നിന്ന് നീക്കണം. G. സുധാകരന്റെ ഒരടയാളവും ഇനി അമ്പലപ്പുഴയിൽ വേണ്ട. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയാണ്. ആ അജണ്ട തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് G. സുധാകരൻ 2026 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അമ്പലപ്പുഴയിൽ വന്നത്. അങ്ങനെ വന്ന് അദ്ദേഹം UDFന്റെ കൂടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് അവിടെ H. സലാമിനെതിരെ വാസ്തവത്തിൽ ധാർമ്മികമായും രാഷ്ട്രീയമായും നേടിയ വിജയമാണ് G. സുധാകരൻ. നോക്കൂ, 29,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂരിപക്ഷമാണോ? പിണറായി 6 റൗണ്ട് വരെ വെള്ളം കുടിക്കുകയായിരുന്നു. എന്തായാലും ശരി, 50,000-ഉം 60,000-ഉം ഒക്കെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മട്ടന്നൂരും പയ്യന്നൂരും തളിപ്പറമ്പിലും ഒക്കെ എല്ലാവർക്കും അറിയാം. CPM-ന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി. അതായത് കൃത്യമായി CPM-ൽ നിന്ന് കൂലി വാങ്ങിയ പൊളിറ്റിക്കൽ ഇസ്ലാം CPM-നെ ഇനി ആവശ്യമില്ല, പുറങ്കാലം കൊണ്ട് തൊഴിച്ചെറിഞ്ഞു. അതാണ് നടന്നിരിക്കുന്നത്. അത് പക്ഷേ സുധാകരൻ വളരെ കൃത്യമായിട്ട് പാർട്ടിയെ ഒരു പാഠം പഠിപ്പിച്ചു. അത് ഇനിയിപ്പോൾ പ്രോടൈം സ്പീക്കറായിട്ട് വരുമ്പോൾ ചെറ്റത്തരം കാണിച്ചെന്ന് പറഞ്ഞ പിണറായി വിജയൻ, പണ്ട് TP-യെ കുലംകുത്തി എന്ന് വിളിച്ച പിണറായി വിജയൻ, നമ്മുടെ NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് ഒന്നല്ല 2 വട്ടം 2 തെരഞ്ഞെടുപ്പുകളിൽ 2014-ലും 2019-ലും ആക്ഷേപിച്ച പിണറായി വിജയൻ, ഇതൊക്കെ പറഞ്ഞ് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് ആക്ഷേപിച്ച പിണറായി വിജയൻ പ്രോടൈം സ്പീക്കറായ G. സുധാകരൻ്റെ മുന്നിൽ വന്ന് നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സാർ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് കൈയും കൊടുത്ത് ചായയും കുടിച്ച് പിരിയും. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. കാലം ഒന്നിനും പകരം ചോദിക്കാതെ പോയിട്ടില്ല. അതിന് എത്ര വലിയ വിജയനായാലും ശരി, കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് വിതച്ചത് കൊയ്യേണ്ടി വരും, ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരും. ഒരു സ്വർഗത്തിലും നരകത്തിലും ഒന്നും പോകണ്ട, അതെല്ലാം ഈ ഭൂമിയിൽ തന്നെ അതിൻ്റെ കണക്കുകൾ പറയേണ്ടി വരും. ഒരു സംശയവുമില്ല, ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും. അത് കമ്മ്യൂണിസ്റ്റുകാർ ഇനി തിരിച്ചറിയും.